ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് സിക്കിൾ സെൽ അനീമിയയെക്കുറിച്ച് പഠിക്കാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ മെൻഡലിയൻ പാറ്റേൺ ഫോളോ ചെയ്യുന്നൊരു ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ. ദിസ് ഇസ് ആൻ ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ് that can be transmitted from parents to offspring when both parents are heterozygous for the gene. ഇപ്പോൾ ഓട്ടോസോം ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് അറിയണം. ഓട്ടോസോംസിൽ വരുന്നതാണ്, അതായത് സെക്സ് ക്രോമസോംസിലല്ല കാണുന്നത്. ഇനി അടുത്ത പോയിന്റ് അറിയേണ്ടത് റെസസീവ് ആണ്. ദാറ്റ് ഈസ് രണ്ട് റെസസീവ് അലീൽസ് ഒന്നിച്ച് വന്നാലേ ഈ അസുഖം എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഡോമിനൻ്റ് അലീൽ അല്ലെങ്കിൽ ഒരു നോർമൽ അലീലിൻ്റെ കൂടെ ഈ റെസസീവ് അലീൽ, ഈ എഫക്റ്റഡ് അലീൽ വന്നാൽ എക്സ്പ്രസ് ചെയ്യില്ല. ബട്ട് ദ പേഴ്സൺ കുഡ് ബി എ കാരിയർ. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്സ് ലിങ്ക്ഡ് അല്ല, ഓട്ടോസോം ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇത് മെയിൽസിലും കാണാം, ഫീമെയിൽസിലും കാണാം. രണ്ട് റെസസീവ് അലീൽസ് ഒന്നിച്ചു വന്നാൽ ഈ അസുഖം എക്സ്പ്രസ് ചെയ്യും. ഈ ഒരു എഫക്റ്റഡ് അലീൽ ഒന്ന് മാത്രം, മറ്റേത് ഡോമിനൻ്റ് നോർമൽ അലീലാണെങ്കിൽ ദ പേഷ്യൻ്റ് ഓർ ദ മെയിൽ ഓർ ദ ഫീമെയിൽ ബിക്കംസ് എ കാരിയർ. അപ്പോൾ ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. നമ്മളിതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും ഒന്നും കൂടി അത് ഓർമ്മിപ്പിച്ചിട്ട് വേണം ഇത് കാര്യം പറയാൻ. സോ ഓട്ടോസോം ലിങ്ക്ഡ്, റെസസീവ് ട്രേറ്റ്, പിന്നെന്താ, രണ്ട് പാരൻസും ഹെറ്ററോസൈഗസ് ആകുമ്പോൾ, ദാറ്റ് ഈസ് മദർ ആൻഡ് ദ ഫാദർ. ഹെറ്ററോസൈഗസ് ആവുമ്പോൾ, ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെൻ ദ ബോത്ത് ബിക്കം കാരിയേഴ്സ്. ഇപ്പോൾ കാരിയേഴ്സ് ആണെങ്കിൽ മാത്രമേ, only when both the parents are heterozygous, this gene is transmitted from the parents to the offspring. അച്ഛനമ്മമാരിൽ നിന്ന് കുട്ടികളിലേക്ക് വരുന്നത് അച്ഛനമ്മമാർ ഹെറ്ററോസൈഗസ് കാരിയർ കണ്ടീഷനിലാണെങ്കിൽ മാത്രമാണ്. നോർമൽ പേഴ്സൺസ് ഹാവ് HbA ജീൻ. HB എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ എ ജീൻ എന്നാണ്. ആൻഡ് സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ് ഹാവ് HbS. അതായത് എസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സിക്കിൾ സെൽ അനീമിയ എന്നാണ്. ആ ഒരു അനീമിയ കണ്ടീഷനിൽ കാണുന്ന ഹീമോഗ്ലോബിനാണിത്, അതാണ് HbS. അപ്പം ഇങ്ങനത്തെ രണ്ട് അലീൽസ് ആണുള്ളത്. ഒന്ന് HbA ജീനുണ്ട്, ഒന്ന് HbS ഉണ്ട്. HbA ജീൻ ഇവിടെ നോർമലാണ്, ഡോമിനൻ്റ് ആണ്. HbS ഇവിടെ എഫക്റ്റഡ് ആണ്, റെസസീവ് ആണ്. വിച്ച് ആർ അലീലിക് ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് അലീൽസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് രണ്ട് അലീൽസ്? HbA, HbS. HbA നോർമലാണ്, ഡോമിനൻ്റ് ആണ്. HbS റെസസീവ് ആണ്, എഫക്റ്റഡ് അലീലാണ്. ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഹാസ് 2 പാർട്സ്. നമ്മളിതൊക്കെ +1 പഠിച്ച കാര്യങ്ങളാണ്. ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഹാസ് 2 പാർട്സ്. ദ ഹീം പാർട്ട് കണ്ടെയ്നിങ് എ ഫെറസ് ന്യൂക്ലിയസ്, അതായത് അയേൺ കണ്ടെയ്നിങ് ന്യൂക്ലിയസ്, and a porphyrin pigment, and the other is protein globin part, which is made up of 4 polypeptide chains, amino acid chains formed by amino acids joined together by peptide bonds, which consist of 2 alpha chains and 2 beta chains. അപ്പോൾ ഹീമോഗ്ലോബിൻ മോളിക്യൂളിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ അമിനോ ആസിഡ് ചെയിൻസിനെ കുറിച്ചാണ്. നമുക്ക് പഠിക്കേണ്ടത് പ്രോട്ടീൻ പാർട്ട് മാത്രമാണ്, ഗ്ലോബിൻ പാർട്ട്. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഹാസ് എ ഹീം പാർട്ട് ആൻഡ് ദ ഗ്ലോബിൻ പാർട്ട്. ഹീം എന്ന് പറഞ്ഞാൽ ആ അയേൺ കണ്ടെയ്നിങ് പാർട്ട്, ഒരു പോർഫൈറിൻ പിഗ്മെൻറ്റും ഉണ്ട്, ആ കളർ ഗിവിങ് പിഗ്മെൻറ്റ്. പിന്നെ വരുന്നത് പ്രോട്ടീൻ പാർട്ട്, വിച്ച് ഇസ് ദ ഗ്ലോബിൻ പാർട്ട്. ഈ പ്രോട്ടീൻ ഭാഗത്ത് അല്ലെങ്കിൽ പ്രോട്ടീൻ പാർട്ട് ഫോം ചെയ്യുന്നത് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ചേർന്നിട്ടാണ്. നമ്മൾ +1 ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് തമ്മിൽ ചേർന്നിട്ടാണ്. അമിനോ ആസിഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് പോളിമറൈസ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു ചെയിനാണ് പോളിപെപ്റ്റൈഡ് ചെയിൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ +1 ഓൾറെഡി പഠിച്ചു. നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു ആ സ്ട്രക്ചേഴ്സ്, ആ കോംപ്ലക്സ് ആയിട്ടുള്ള ചെയിൻ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഗ്ലോബിൻ പാർട്ടിൽ 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്.
2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും മതി. ഇത്രയും നമുക്ക് വേണ്ടല്ലോ. ഹീമോഗ്ലോബിൻ മോളിക്യൂളിൽ ഒരു പ്രോട്ടീൻ പാർട്ട് ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ഗ്ലോബിൻ. There are 4 polypeptide chains, 2 alpha and 2 beta chains. Normal hemoglobin has the amino acid glutamic acid in the 6th position of its globin chain. അപ്പോൾ ഇതാണ് എക്സാമിന് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പോയിന്റ്. ഓക്കെ, അപ്പോൾ ബീറ്റ ഗ്ലോബിൻ ചെയിനിൽ 6th പൊസിഷനിൽ കാണുന്ന അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. പക്ഷേ സിക്കിൾ സെൽ ഹീമോഗ്ലോബിനിൽ ഈ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ പകരം കാണുന്നതാണ് വാലിൻ. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബീറ്റ ഗ്ലോബിൻ ചെയിനിൽ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡാണ് കാണേണ്ടത് നോർമൽ കണ്ടീഷനിൽ. പക്ഷേ സിക്കിൾ സെൽ അനീമിക് കണ്ടീഷനിൽ അസുഖം വരുമ്പോൾ ആ പൊസിഷനിൽ ഏതാണ് കാണുക, ഏത് അമിനോ ആസിഡാണ് കാണുക? വാലിൻ. ഓക്കെ, അപ്പോൾ ഈ 2 പോയിൻ്റാണ് വളരെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. വേറെ ഒന്നും ഇല്ലെങ്കിലും വിരോധം ഈ 2 പോയിൻ്റ് കണ്ടാൽ തന്നെ മാർക്ക് വീഴും. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് വാലിൻ ഇസ് സീൻ. ഏത് അസുഖം വരുമ്പോൾ? സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്നുള്ള കണ്ടീഷൻ വരുന്നത് ഈ ഒരു ചേഞ്ച് വരുന്നത് കൊണ്ടാണ്. അതായത് ബീറ്റ ഗ്ലോബിൻ ചെയിനിൽ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ പകരം വാലിൻ കാണുന്നത് കൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു അസുഖം എന്തുകൊണ്ടാണ് വരുന്നത്? ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ. ദാറ്റ് ഈസ്, ഇത് നിങ്ങൾ അടുത്ത ചാപ്റ്ററിലാണ് കൂടുതലായിട്ട് പഠിക്കുക. ഇതൊരു കോഡോൺ ആണ്. അതായത് 3 അമിനോ ആസിഡ്സ് ചേർന്ന് ഉണ്ടാകുന്നൊരു അല്ലെങ്കിൽ 3 നൈട്രജൻ ബേസസ് ചേർന്ന് ഉണ്ടാകുന്നൊരു കോഡോൺ. നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും ഒരു ഹിന്റ് തരണം. ദാറ്റ് ഈസ്, ഒരു കോഡോൺ, ഒരു ട്രിപ്ലറ്റ് കോഡോൺ എന്നാണ് പറയുക. ട്രിപ്ലറ്റ് കോഡോൺ കാണുന്നത് ഒരു റീഡിംഗ് ഫ്രെയിമാണ്. DNA-യിലാണ് ഈ ഒരു കോഡോൺസ് കാണുക. ഈ ഓരോ ട്രിപ്ലറ്റ് കോഡോൺ ആണ് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുക. അതായത് ഈ DNA-യിൽ ഈ നൈട്രജൻ ബേസസിൻ്റെ ഈ ഒരു ട്രിപ്ലറ്റ് കോഡോൺ പറയുന്ന പ്രകാരമേ പുതിയ അമിനോ ആസിഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ട്രിപ്ലറ്റ് കോഡോൺ GAG ആണ് ഗ്ലൂട്ടാമിക് ആസിഡിനെ കോഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ കാരണം, അതായത് ഈ അതായത് നമ്മൾ ഗ്വാനിൻ, നമ്മൾക്ക് 4 നൈട്രജൻ ബേസസ് അറിയാം അല്ലേ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അതിൽ ഈ അഡിനിൻ അതിൻ്റെ പകരം വേറൊരു നൈട്രജൻ ബേസ് വന്നു, യുറാസിൽ. ഓക്കെ, അപ്പോൾ RNA-യിൽ കാണുന്നൊരു സാധനമാണ് യുറാസിൽ, DNA-യിൽ തൈമീനാണ് കാണുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. എന്നാലും 4th ചാപ്റ്ററിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ GAG എന്ന കോഡോൺ ഗ്ലൂട്ടാമിക് ആസിഡിനെ കോഡ് ചെയ്യുന്നു. ബട്ട് സിക്കിൾ സെൽ അനീമിക് കണ്ടീഷനിൽ GUG എന്ന ട്രിപ്ലറ്റ് കോഡോൺ GUG ആയി മാറി. അതുകൊണ്ടാണ് ബീറ്റ ഗ്ലോബിൻ ചെയിനിൽ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് വരുന്നതിൻ്റെ പകരം വാലിൻ വന്നുപോയത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ. അതായത് അഡിനിനെ യുറാസിൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, ഞാൻ പറഞ്ഞു ഒരു സഡൻ ചേഞ്ച്. അതൊന്നെങ്കിൽ വേണ്ടതാവാം അല്ലെങ്കിൽ വേണ്ടാത്ത ചേഞ്ചസ് ആവാം. ഇതിപ്പോൾ അരുതാത്ത ചേഞ്ചാണ് വന്നത്, അതുകൊണ്ടാണ് അസുഖം വന്നത്. The mutant HbS hemoglobin undergoes polymerization under low oxygen tension, causing a change in the shape of RBC from a biconcave disc to elongated sickle-like structure. The sickled RBCs occlude the blood capillaries, and so oxygen does not reach the tissues, causing anemia and eventual death.
അപ്പോൾ നോർമൽ ഹീമോഗ്ലോബിനാണ് HbA. മ്യൂട്ടൻറ്റ് അല്ലെങ്കിൽ എഫക്റ്റഡ് ഹീമോഗ്ലോബിനാണ് HbS. ഇപ്പോൾ ലോ ഓക്സിജൻ ടെൻഷൻ വരുമ്പോൾ, ദാറ്റ് ഈസ് ഡ്യൂ ടു ലോ PO2, ഡ്യൂ ടു ലോ ഓക്സിജൻ പ്രഷർ, ഓക്സിജൻ ആവശ്യത്തിന് ഇല്ലാത്തത് കൊണ്ട് വാട്ട് ഹാപ്പൻസ്? പോളിമറൈസേഷൻ ടേക്സ് പ്ലേസ്. അതായത് വീണ്ടും കോമ്പാക്റ്റ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഈ ഹീമോഗ്ലോബിൻ്റെ ഗ്ലോബിൻ ഫോം ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്? RBCയുടെ ഷേപ്പ് മാറും. ദാറ്റ് ഈസ് ഒരു ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് പോയി എന്താവും? ഇലോങ്ങേറ്റഡ് സിക്കിൾ ഷേപ്ഡ് ആവും. ബൈകോൺകേവ് ഡിസ്ക് വട്ടത്തിലുള്ളത് പോയി എന്താവും? നീളത്തിലൊരു അരിവാൾ ഷേപ്പിൽ വരും. അത് ഈ ഓക്സിജൻ കുറവ് കൊണ്ടാണ്, ഡ്യൂ ടു ലോ ഓക്സിജൻ ടെൻഷൻ, ഡ്യൂ ടു ലോ PO2. ആ സമയത്ത് ഹീമോഗ്ലോബിനിൽ ഗ്ലോബിൻ പാർട്ടിൽ ഒരു പോളിമറൈസേഷൻ നടക്കും, കുറച്ചുകൂടി കോംപ്ലക്സ് ആവും, കുറച്ചുകൂടി കമ്പാക്റ്റ് ആവും. അപ്പോൾ ഈ ഓക്സിജൻ മോളിക്യൂൾസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഓക്സിജൻ കുറയും. ഓക്സിജൻ കുറയുന്നത് കാരണം RBCയുടെ ബൈകോൺകേവ് ഡിസ്ക് എന്തായി മാറും? ഇലോങ്ങേറ്റഡ് സിക്കിൾ ലൈക്ക് സ്ട്രക്ചർ ആവും. ദ സിക്കിൾഡ് RBCs ഒക്ലൂഡ്. അപ്പോൾ ഇത് അരിവാൾ ഷേപ്പിലായ കാരണം ഒഴുകില്ല. മറ്റേത് റൗണ്ട് ഷേപ്പ് ഡിസ്ക്, ബൈകോൺകേവ് ഡിസ്ക് ഒരു സർക്കുലർ ഷേപ്പല്ലേ. അപ്പോൾ ആ ഷേപ്പിലാവുമ്പോൾ ഈസി ആയിട്ട് അതിന് ഫ്ലോ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സിക്കിൾ ഷേപ്പ് ആവുമ്പോൾ അവിടെ ഇവിടെയും തങ്ങി നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ക്ലോഗ് ചെയ്ത് നിൽക്കുമ്പോൾ ഒഴുക്ക് സംഭവിക്കില്ല. അപ്പോൾ ഓക്സിജൻ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള എമൗണ്ടിൽ എത്തില്ല. അങ്ങനെയാണ് അനീമിയ എന്നുള്ള കണ്ടീഷൻ വരുന്നത്. ഈവൻച്വലി ഡെത്ത്. പ്രത്യേകിച്ച് റെസ്പിറേറ്ററി സിസ്റ്റം, ലങ്സിൽ എത്തിക്കണം ആദ്യം. അവിടെ നിന്ന് ഓക്സിജനേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് എല്ലാവിടേക്കും പോകുന്നത്. അപ്പോൾ ഇത് സംഭവിക്കില്ല. സോ ഡെത്ത് ഹാപ്പൻസ്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ദെൻ ഈ പിക്ചറാണ് എക്സാമിന് തരിക. അപ്പോൾ ഈ പിക്ചറൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. സർക്കിൾ ചെയ്തിരിക്കുന്ന ഭാഗം മാത്രം നോക്കിയാൽ മതി. ഇതെന്താണെന്ന് ചോദിക്കാം, വാട്ട് ഇസ് ദിസ്? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കഥയില്ലേ, ദാറ്റ് ഈസ് ഹീമോഗ്ലോബിൻ, അതിൽ പ്രോട്ടീൻ പാർട്ട് ഗ്ലോബിൻ, ആൽഫ ചെയിൻസ് 4, പോളിപെപ്റ്റൈഡ് ചെയിൻസ് 4, അതിൽ 2 ആൽഫ ചെയിൻസ് ആൻഡ് 2 ബീറ്റ ചെയിൻസ്. ബീറ്റ ചെയിൻസിൽ വരുന്ന പ്രശ്നം, അതായത് 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് വരേണ്ടതിന് പകരം വാലിൻ വന്നു. ആൻഡ് ഇതിൻ്റെ കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ ഇൻ ബീറ്റ ഗ്ലോബിൻ ജീൻ. അതായത് GAG എന്നുള്ള കോഡോൺ, ട്രിപ്ലെറ്റ് കോഡോണിൽ അഡിനിൻ്റെ പകരം യുറാസിൽ വന്നു. സോ ദ ട്രിപ്ലെറ്റ് കോഡോൺ ട്രാൻസ്ഫോംസ് ടു GUG. ഇത്രയും കഥ എഴുതണം. ആൻഡ് ബാക്കിയുള്ള കേസ്, ഈ ജീൻ്റെ ആ ഒരു അമിനോ ആസിഡ് വാലിൻ വന്ന കാരണം പിന്നീട് എന്ത് സംഭവിച്ചു? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ HbS കണ്ടീഷനിൽ ലോ ഓക്സിജൻ ടെൻഷൻ വരും. സോ RBC ബൈകോൺകേവ് ഡിസ്ക് ഷേപ്ഡ്, അത് സിക്കിൾ സെല്ലായി മാറും. സോ സിക്കിൾ ഷെൽ RBCs ബ്ലഡ് കാപ്പിലറീസിൽ ഒക്ലൂഡ് ചെയ്യും. ആവശ്യത്തിന് ഓക്സിജൻ ലങ്സിലെത്തില്ല. ആൻഡ് സോ അനീമിയ ആൻഡ് ഡെത്ത്. അങ്ങനെ ഈ കഥ മൊത്തം പറയണം. Only homozygous individuals for HbS, that is HbS. ആ 2 റെസസീവ് അലീൽസ് ഒന്നിച്ച് വരുമ്പോൾ ഉള്ള കണ്ടീഷനാണ് കാണിക്കുന്നത്. ഹോമോസൈഗസ് കണ്ടീഷൻ ആർ എഫക്റ്റഡ് ആൻഡ് ദേ ഡൈ ഏർലി ഇൻ ലൈഫ്. കണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് മദർ ആൻഡ് ഫാദർ ഷുഡ് ബി ഹെറ്ററോസൈഗസ്, എന്നാലേ ഓഫ് സ്പ്രിങ്സിലേക്ക്, മക്കളിലേക്ക് അസുഖം വരുള്ളൂ. ഹോമോസൈഗസ് കണ്ടീഷൻ വരികയാണെങ്കിൽ ഏർലി ഡെത്ത് സംഭവിക്കും. ഇപ്പോൾ കല്യാണം കഴിയില്ല, മക്കളുണ്ടാവില്ല, അതിൻ്റെ മുമ്പേ ആൾ മരിച്ചു പോകും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഹോമോസൈഗസ് കണ്ടീഷനിൽ വരികയാണെങ്കിൽ ഏർലി ഡെത്താണ്. അപ്പോൾ അച്ഛനും അമ്മയും ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ക്യാരിയേഴ്സ് ആണെങ്കിൽ മാത്രമേ ഓഫ് സ്പ്രിങ്സിലേക്ക് ഈ അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹെറ്ററോസൈഗസ് ഇൻഡിവിജ്വൽസ്, ദാറ്റ് ഈസ് HbA, HbS, ഇതാണ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. 2 ഡിഫറെൻറ്റ് അലീൽസ് ആണ്, ഒന്ന് റെസസീവ് അലീൽ, ഒന്ന് ഡോമിനൻ്റ് അലീൽ. ആർ നോട്ട് എഫക്റ്റഡ് ബട്ട് ആർ കാരിയേഴ്സ് ഓഫ് ദ ഡിസീസ് ആൻഡ് ഷോ മൈൽഡ് അനീമിയ.
അപ്പോൾ അനീമിയ ചെറുതായിട്ട് എക്സ്പ്രസ് ചെയ്യും, അത്ര ഹാർഡായിട്ടുള്ള കണ്ടീഷനല്ല. ദേ ആർ കാരിയേഴ്സ്. ഇനി ഈ ക്രോസ് പാരൻസ് നോക്കുക. ഹെറ്ററോസൈഗസ് മാൻ അല്ലെങ്കിൽ ഹെറ്ററോസൈഗസ് ഫാദർ, ഹെറ്ററോസൈഗസ് മദർ. ഇപ്പോൾ ഹെറ്ററോസൈഗസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കാരിയേഴ്സ് ആണ്, രണ്ടുപേർക്കും മൈൽഡ് അനീമിയ ഉണ്ട്. ഇനി ജീനോടൈപ്പ് നോക്കുക, 2 ഡിഫറെൻറ്റ് അലീൽസ് ആണ് കണ്ടോ, ഒരു ഡോമിനൻ്റ് അലീൽ, ഒരു റെസസീവ് അലീൽ. അതേമാതിരി മദറിലും ഒരു ഡോമിനൻ്റ് ഒരു റെസസീവ് അലീൽ, HbA HbS. ഇനി പ്രോജനിയുടെ കണ്ടീഷൻസ് നോക്കാം. നോർമൽ, കാരണം ഇവിടെ സെക്സ് ലിങ്ക്ഡ് അല്ലാത്തതുകൊണ്ടാണ് എക്സും വൈയും കാണാത്തത്, ഓട്ടോസോം ലിങ്ക്ഡ് ആണ്. സോ നോർമൽ കണ്ടീഷൻ നോക്കൂ, HbA HbS കാരിയർ, എഗെയിൻ HbA HbS HbS കണ്ടോ. അപ്പോൾ ഈ രണ്ട് അലീൽസും എഫക്റ്റഡ് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കും, ഡൈസ് ഏർലി ഇൻ ലൈഫ്. കണ്ടോ. അപ്പോൾ ഈ ക്രോസ് ഓർത്ത് വയ്ക്കണം. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടതാണ് ഫീനൈൽ കീറ്റോന്യൂറിയ, PKU, ഫീനൈൽ കീറ്റോന്യൂറിയ. This is an autosomal recessive gene mutation and is inherited as an autosomal recessive trait. Affected persons are homozygous recessive. It is a congenital disease affecting children. അപ്പോൾ again അത് സിക്കിൾ സെൽ അനീമിയ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. എന്താണ്, ഓട്ടോസോം ലിങ്ക്ഡ് ആണ്, റെസസീവ് ജീനാണ്, പിന്നെ ഹോമോസൈഗസ് കണ്ടീഷനിലാണ് എഫക്റ്റഡ് ആവുക. ഹെറ്ററോസൈഗസ് കണ്ടീഷൻസ് കാരിയേഴ്സ് ആണ്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് കുട്ടികളിലാണ് മെയിനായിട്ട് ഇത് കാണാം. 5 വയസ്സിന് മുമ്പുള്ള കുട്ടികൾക്ക് ഇത് കാണാൻ തുടങ്ങും. This is an congenital disease affecting children. This is an inborn error of metabolism. ഇത് ജനിക്കുമ്പോഴേ വരുന്നൊരു അസുഖം, ജനറ്റിക് ആണ്, അത്ര തന്നെ. ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. മെറ്റബോളിക് ബ്ലോക്സ് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് എൻസൈംസ് associated with the metabolism of amino acid phenylalanine. The affected individual lacks the enzyme phenylalanine hydroxylase. അപ്പോൾ ഇതൊരു മെറ്റബോളിക് ഡിസോർഡറാണ്, മെറ്റബോളിസമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണ്. അതായത് ഒരു കെമിക്കലിനെ വേറൊരു കെമിക്കലായി മാറ്റാൻ ഒരു എൻസൈം വേണം. ഏതൊരു കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ കൺവേർഷൻ ഒരു എൻസൈം വേണം. ആ എൻസൈം ഇല്ലാത്ത അവസ്ഥയിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മെറ്റബോളിക് ഡിസോർഡർ കാണും. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അമിനോ ആസിഡ് ഫീനൈൽഅലാനിൻ ഇതിൻ്റെ മെറ്റബോളിസമായി ബന്ധപ്പെട്ട ഡിസോർഡറാണ്. എന്താണ് വെച്ചാൽ ഈ ഫീനൈൽഅലാനിനെ കാറ്റലൈസ് ചെയ്യാൻ ഒരു എൻസൈം വേണം, ദറ്റ് ഈസ് ഫീനൈൽഅലാനിൻ ഹൈഡ്രോക്സിലേസ്. അപ്പോൾ ഈ ഫീനൈൽ കീറ്റോണൂറിയ പേഷ്യൻസിന് ഈ ഒരു എൻസൈം ഉണ്ടാവില്ല. ഫീനൈൽഅലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈം ഇല്ല. ഇപ്പോൾ സാധാരണ ഒരു നോർമൽ ആൾക്ക് ഈ നോർമൽ പേഴ്സൺസ് ഫീനൈൽഅലാനിൻ ഈസ് കൺവേർട്ടഡ് ടു ടൈറോസിൻ. മനസ്സിലായി. അപ്പോൾ നോർമൽ പേഴ്സൺസിൽ ഫീനൈൽഅലാനിൻ എന്തായി കൺവേർട്ട് ചെയ്യും, ടൈറോസിനായി മാറണം. പക്ഷേ ഈ ഒരു എൻസൈം ഇല്ലാത്ത കേസിൽ എന്ത് സംഭവിക്കും, ടൈറോസിനായി മാറില്ല. ഓക്കെ, കണ്ടോ, ബ്ലോക്കിംഗ് ദ കൺവേർഷൻ ഓഫ് ഫീനൈൽഅലാനിൻ ടു ടൈറോസിൻ അത് സംഭവിക്കില്ല. പകരം എന്തായി, ഫീനൈൽ പൈറുവിക് ആസിഡ് ആയി മാറും ആൻഡ് ഫീനൈൽ ലാക്റ്റിക്. ഇത് പൈറുവിക് ആസിഡും ലാക്റ്റിക് ആസിഡ് ഇത് രണ്ടും സാധാരണ മസിൽസിലൊക്കെ ഓവർ ടെൻഷൻ ആകുമ്പോൾ കൈ കാൽ കടച്ചിലൊക്കെ വരില്ലേ, അത് ഇതിൻ്റെ അക്യുമുലേഷൻ കൊണ്ടാണ്. അപ്പോൾ അതേപോലെ ഫീനൈൽഅലാനിൻ ഈ ഫീനൈൽ പൈറുവിക് ആസിഡും ഫീനൈൽ ലാക്റ്റിക് ആസിഡായി മാറുമ്പോൾ ദേ ആർ ടോക്സിക് കെമിക്കൽസ്. അപ്പോൾ ഈ സാധാരണ ഏത് ടോക്സിക് സബ്സ്റ്റൻസസും യൂറിനിലൂടെയാണ് പോവുക. കാരണം ടോക്സിക് കെമിക്കൽസ് ഒന്നും കിഡ്നി അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ ഈ ഫീനൈൽ പൈറുവിക് ആസിഡും ലാക്റ്റിക് ആസിഡ് എന്ത് സംഭവിക്കില്ല,
ഇത് അക്യുമുലേറ്റ് ചെയ്യും. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ അതെല്ലാം കാണും. അപ്പോൾ ബ്രെയിൻ സെൽസ് ഡാമേജ്. അങ്ങനെ 5 വയസ്സാകുമ്പോഴേക്കും ബുദ്ധിമാന്ദ്യം സംഭവിക്കും. ദാറ്റ് ഈസ് മെൻ്റൽ റിട്ടാർഡേഷൻ. IQ ബിലോ 25. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ഫീനൈൽ കീറ്റോണൂറിയ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ക്ലൂസ് അല്ലെങ്കിൽ ടേംസ് മനസ്സിലാക്കേണ്ടത് ഓട്ടോസോമൽ ലിങ്ക്ഡ്, recessive gene, congenital disease affecting children, heterozygous carriers, homozygous recessive condition are affected individuals, inborn error of metabolism. This is a metabolic disorder related to metabolism of amino acid phenylalanine. Normal persons, phenylalanine converted to tyrosine. But in the phenylketonuria condition, phenylalanine converted to phenylpyruvic acid and phenylactic acid because the enzyme is lacking phenylalanine hydroxylase. In normal conditions, phenylalanine hydroxylase converts phenylalanine to tyrosine. But in abnormal conditions, that is in phenylketonuria condition, phenylalanine hydroxylase is lacking, which blocks the metabolism. So, phenylalanine gets converted to phenylpyruvic acid and phenylactic acid. So, the toxic substances are not absorbed by the kidney. It gets excreted through urine. And when small amount of phenylpyruvic acid and lactic acid gets accumulated in cerebrospinal fluid, this damages the brain cells, causing mental retardation, leading to an IQ below 25. ഇതാണ് ഫീനൈൽ കീറ്റോണൂറിയുടെ കഥ. So, thank you.